ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ആദ്യം കൺസീവ് ചെയ്യുമ്പോൾ ഏറ്റവും ഗ്രാവിറ്റാസ് ഉള്ള ഒരാള് അത് ചെയ്യണം എന്നായിരുന്നു മനസ്സിൽ. അപ്പൊ ഇമ്മീഡിയറ്റ്ലി എന്റെ മനസ്സിൽ വന്ന ലാലേട്ടന്റെ ഫേസാണ്. കാരണം ലാലേട്ടന് ഒരു വേർഡിന്റെ ഉള്ളിലേക്ക് കയറി അതിന്റെ സോളിലുള്ളൊരു ഫീൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ശരിക്കും. അങ്ങനെയുള്ള വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പൊ ലാലേട്ടൻ ഇതിന്റെ ഓരോ മൊമെന്റ്സിൽ ഞാൻ കാണുന്ന ഒരു സാധനം നമ്മുടെ അകത്ത് വേർഡിന് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവൽ ഓഫ് ഡീപ്പായിട്ടുള്ള ഒരു ഗ്രീഫ് ഉണ്ട് ആ ക്യാരക്ടറിന്. എപ്പോഴും അയാളുടെ എല്ലാ ഇതിലും അയാളുടെ അകത്ത് ആ ഓർഫന്റെ ഒരു ഡീപ്പ് ഗ്രീഫ് ഉണ്ട്. അപ്പൊ അതൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ആക്ടറിനോട്. അത് ആക്ടറിന്റെ അകത്തുനിന്നുള്ളൊരു ഫയറിൽ നിന്നുണ്ടാവുന്ന ഒരു ഭയങ്കര ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമറിനെ അത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് മനോഹരമായിട്ടാണ് ലാലേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും. അതിന്റെ ആ ഡെപ്ത് എന്ന് പറയുന്നത് ആ സ്റ്റീഫന്റെ ആ ഒരു ഡയമെൻഷൻ, ആ ഒരു ഡയമെൻഷൻ അപർണയുടെ കുഞ്ഞിനെ എടുക്കുമ്പോഴുള്ളൊരു മുഖം എന്ന് പറയുന്നത്, അത് എത്ര പറഞ്ഞാലും അത് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ചെയ്താലേ പറ്റൂ. അപ്പൊ അതൊരു ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ അത് പറ്റുള്ളൂ. ലാലേട്ടൻ പിന്നെ നമ്മളത് പറയേണ്ട കാര്യമില്ല. ഞാനൊന്നും അത് ഉള്ളി ഗിഫ്റ്റഡ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഭയങ്കര ഓണറാണ് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്, ലാലേട്ടന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റി എന്നുള്ളത്.